ആകാശത്ത് കറുത്തിരുണ്ട കാർമേഘങ്ങൾ ഒന്നൊന്നായി പാഞ്ഞെത്തി തടിച്ചുകൂടുകയായിരുന്നു. ഏതു നിമിഷവും നഗരത്തിനുമേൽ ഒരു വലിയ പ്രളയം പോലെ പെയ്തൊഴിയാൻ കാത്തുനിൽക്കുന്ന ആ മേഘക്കൂട്ടങ്ങളെ നോക്കി അനന്യ കുറേ നേരം നിന്നു. വീടിന്റെ ആ പഴക്കമേറിയ ജനൽച്ചില്ലിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് തെല്ലൊരാകുലതയോടെ നോക്കി നിൽക്കുന്ന അവളുടെ മങ്ങിയ പ്രതിബിംബം ആ കണ്ണാടിയിൽ വ്യക്തമായി തെളിഞ്ഞുകണ്ടു. അവളുടെ മൃദുലമായ കൈകളിൽ ആവി പറക്കുന്ന ഒരു കപ്പ് ചൂട് ചായ ഉണ്ടായിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന തെരുവിലെ പൊണിയും ദിവസങ്ങളായി കെട്ടിക്കിടന്ന അഴുക്കും പൂർണ്ണമായി കഴുകിക്കളഞ്ഞ് പെയ്തിറങ്ങുന്ന ആ ചെറുമഴയ്ക്ക് ഈ തിരക്കുപിടിച്ച നഗരത്തിലേക്ക് ഒരു പ്രത്യേക ശാന്തത തളിച്ചുകൊടുക്കാൻ കഴിയുമായിരുന്നു. കലുഷിതമായ നഗരത്തിലെ ദിനാന്ത്യ ശബ്ദകോലാഹലങ്ങളും വാഹനങ്ങളുടെ പാച്ചിലുമെല്ലാം പതുക്കെ പെയ്യാൻ തുടങ്ങിയ ആ ചെറിയ മഴത്തുള്ളികളുടെ മനോഹരമായ സംഗീതത്തിൽ അലിഞ്ഞുപോയതുപോലെ തോന്നി. വരണ്ട ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ വീഴുമ്പോൾ ഉയരുന്ന ആ പ്രത്യേക മണ്ണുമണം അന്തരീക്ഷത്തിൽ പതുക്കെ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അനന്യയുടെ മനസ്സ് ആ ശാന്തതയിലോ ചുറ്റുമുള്ള മനോഹരമായ അന്തരീക്ഷത്തിലോ ആയിരുന്നില്ല. അവളുടെ വിചാരങ്ങൾ സഞ്ചരിച്ചത് കൃത്യം 1 വർഷം മുൻപുള്ള ഒരു തണുത്ത മഴക്കാല വൈകുന്നേരത്തിലേക്കായിരുന്നു. പെയ്തൊഴിയാത്ത ഓർമ്മകളുടെ ആ താളുകൾ ഒന്നൊന്നായി അവളുടെ മനസ്സിൽ വീണ്ടും തുറക്കപ്പെടാൻ തുടങ്ങി. അന്നൊരു വൈകുന്നേരമാണ് അവൾ ആദ്യമായി അനിർബാനെ നേരിട്ട് കാണുന്നത്. നഗരത്തിൽ നിന്നും കുറച്ചകലെയുള്ള അധികം ആളുകളൊന്നും സഞ്ചരിക്കാത്ത ഒരു വിജനമായ വഴിയോരത്ത് വെച്ച് അനന്യയുടെ പഴയ സ്കൂട്ടർ പെട്ടെന്ന് നിന്നുപോയി. എത്ര തവണ കിക്ക് ചെയ്തു നോക്കിയിട്ടും അത് സ്റ്റാർട്ടാകാതെ വഴങ്ങിയില്ല. ചുറ്റും നോക്കിയപ്പോൾ ആ വഴിയിൽ ആരുടെയും ആളനക്കമൊന്നുണ്ടായിരുന്നില്ല. സന്ധ്യ മെല്ലെ മയങ്ങാൻ തുടങ്ങിയ ആ സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ അനന്യ പൂർണ്ണമായും പകച്ചു നിന്നു. ആരുടെയെങ്കിലും സഹായം തേടാനായി ഫോൺ എടുത്തു നോക്കിയപ്പോൾ അതിൽ ചാർജ് തീർന്ന് ഓഫായി കിടക്കുകയായിരുന്നു. അപരിചിതമായ ആ വിജനമായ റോഡിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ചെറുതല്ലാത്ത ഒരു ഭയം ഉടലെടുത്തു. വഴിയിലൂടെ ഇടയ്ക്കിടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് കൈ കാണിച്ചെങ്കിലും അതിലൊന്നുപോലും നിർത്താനോ വഴിയരികിൽ ഒറ്റപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ സഹായിക്കാനോ ആരും തയ്യാറായില്ല. സ്വാർത്ഥത മാത്രം നിറഞ്ഞ ആ നഗരവാസികളുടെ പെരുമാറ്റത്തിൽ അവൾക്ക് കടുത്ത ദേഷ്യവും വലിയ വിഷമവും തോന്നി. അങ്ങനെയൊരു പരീക്ഷണഘട്ടത്തിൽ അനന്യ നിസ്സഹായയായി സ്വന്തം സ്കൂട്ടർ തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു മോട്ടോർ ബൈക്കിൽ അനിർബാൻ അവിടെ വന്നു നിൽക്കുന്നത്. അവിടെ കണ്ട മറ്റു സാധാരണക്കാരായ ആളുകൾ ചെയ്തതുപോലെ അവളെ അവഗണിച്ച് കടന്നുപോകാതെ അവൻ തന്റെ വണ്ടി റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. ബൈക്കിൽ നിന്നിറങ്ങി വളരെ വിനീതമായി മാന്യമായ സ്വരത്തിൽ അവൻ ചോദിച്ചു, "മാഡം, വിഷമമില്ലെങ്കിൽ ഞാനൊന്ന് വണ്ടി നോക്കട്ടെ. എനിക്ക് മെക്കാനിക് പണികൾ കുറച്ചറിയാം. ഒരുപക്ഷേ എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാനായാലോ?" ഒരപരിചിതനായ യുവാവിന്റെ ആ പെട്ടെന്നുള്ള വരവിൽ ആദ്യമൊന്നും അടിച്ചെങ്കിലും അനിർബാന്റെ കണ്ണുകളിലെ സൗമ്യതയും ഭയമില്ലാത്ത മാന്യമായ പെരുമാറ്റവും അനന്യയിൽ വലിയൊരു ആശ്വാസവും അപാരമായ വിശ്വാസവും ഒരുപോലെ ഉണ്ടാക്കി. കൂടുതൽ ചിന്തിക്കാതെ അവൾ പതുക്കെ തലയാടി സമ്മതം മൂളി. അവൻ തന്റെ ഷർട്ടിന്റെ കൈമടക്കുകൾ പതുക്കെ അഴിച്ചുമാറ്റി സ്കൂട്ടറിന്റെ എഞ്ചിൻ തുറന്നു പരിശോധിക്കാൻ തുടങ്ങി. ഒട്ടും മടിയില്ലാതെ എഞ്ചിന്റെ ഉള്ളിലേക്ക് കൈകടത്തി ഏറെ നേരം അവൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അവന്റെ വിയർപ്പുതുള്ളികൾ വണ്ടിയുടെ ബോണറ്റിലേക്ക് ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സ്കൂട്ടറിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. സ്പാർക്ക് പ്ലഗും വയറിങ്ങുമെല്ലാം പൂർണ്ണമായി തകരാറിലായിരുന്നു. വഴിയോരത്ത് വെച്ച് നിസ്സാരമായി നന്നാക്കാൻ കഴിയുന്ന ഒന്നല്ല അതെന്ന് മനസ്സിലാക്കിയ അനിർബാൻ കയ്യിലെ കരി പതുക്കെ തുടച്ചുകൊണ്ട് കുറച്ച് ലജ്ജയോടെ പറഞ്ഞു, "ക്ഷമിക്കണം മാഡം, ഇതിവിടെ വെച്ച് ശരിയാക്കാനാവില്ല. വലിയൊരു വർക്ക്ഷോപ്പിലെത്തിച്ച് വലിയ രീതിയിലുള്ള പണികൾ ചെയ്താൽ മാത്രമേ ഇനി ഇത് മുന്നോട്ടോടൂ. ഇപ്പോൾ സമയം ഒത്തിരി വൈകിയിരിക്കുന്നു. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ പൂർണ്ണമായും വിശ്വസിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാം. ഈ വണ്ടി നാളെ രാവിലെ വന്ന് വർക്ക്ഷോപ്പിലേക്ക് മാറ്റാം." അനിർബാന്റെ കണ്ണുകളിലെ ആത്മാർത്ഥതയും അവന്റെ പെരുമാറ്റത്തിലെ അപാരമായ മാന്യതയും കണ്ട് അനന്യയ്ക്ക് അതിന് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ അവന്റെ ബൈക്കിന് പുറകിൽ കയറിയിരുന്നു. ബൈക്ക് മെല്ലെ മുന്നോട്ട് നീങ്ങി. നഗരത്തിന്റെ വെളിച്ചങ്ങളിലേക്ക് കടക്കാൻ ഇനിയും കുറച്ചു ദൂരം കൂടി ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്താണ് വഴിയോരത്തെ കാടുകൾക്കിടയിൽ നിന്ന് വളരെ ദയനീയമായ ഒരു കരച്ചിൽ കേൾക്കുന്നത്. ആ കരച്ചിൽ കേട്ടതും അനിർബാൻ പെട്ടെന്ന് വണ്ടി ബ്രേക്കിട്ട് നിർത്തി. ഇരുട്ടിൽ അവൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അങ്ങോട്ടേക്ക് തിരിച്ചുവെച്ചു. റോഡരികിലെ മൂടിയ കാടുകൾക്കിടയിൽ ഒരു കൊച്ചു നായ്ക്കുട്ടി ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. വേഗത്തിൽ പായുന്ന ഏതോ വാഹനം തട്ടി ആ നായ്ക്കുട്ടിയുടെ പിൻകാൽ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കടുത്ത വേദന കൊണ്ട് പിടഞ്ഞു നിലവിളിക്കുകയായിരുന്നു. ഒരു നിമിഷം പോലും മടിക്കാതെ അനിർബാൻ വണ്ടിയിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന ആ നായ്ക്കുട്ടിയെ കോരിയെടുത്തു. സ്വന്തം ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും മടക്കി വെച്ചിരുന്ന വൃത്തിയുള്ള തൂവാലയെടുത്ത് അവൻ ആ നായ്ക്കുട്ടിയുടെ മുറിവേറ്റ കാലിൽ അത്യന്തം ശ്രദ്ധയോടെ കെട്ടിക്കൊടുത്തു. അവന്റെ ബാഗിലുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളമെടുത്ത് അതിന് കുടിക്കാനും നൽകി.
പിന്നീട് സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളോ ഒപ്പമുള്ള അനന്യയെ വേഗത്തിൽ വീട്ടിലെത്തിക്കേണ്ട ആവശ്യങ്ങളോ പോലും മാറ്റിവെച്ച് അവൻ വളരെ വിനീതമായി അനന്യയോട് അനുവാദം ചോദിച്ചു. മാഡം, വലിയൊരു തെറ്റാണെന്നറിയാം, എങ്കിലും നമുക്കാദ്യം ഇതിനെ ഒരു മൃഗാശുപത്രിയിലെത്തിക്കാം. ഇല്ലെങ്കിൽ രക്തം വാർന്ന് ഇതിന്റെ ജീവൻ അപകടത്തിലാകും. ഇതിന് സ്വന്തമായി സംസാരിക്കാൻ കഴിയില്ലല്ലോ. ആ മൃഗത്തോടുള്ള അവന്റെ അളവറ്റ അനുകമ്പയും ഉള്ളിലെ വലിയ മാനുഷിക മൂല്യങ്ങളും കണ്ടപ്പോൾ തന്നെ അനന്യയുടെ ഉള്ളിൽ അവനോടൊരു പ്രത്യേക ബഹുമാനവും ഇഷ്ടവും തോന്നിത്തുടങ്ങിയിരുന്നു. സ്വന്തം വസ്ത്രത്തിൽ രക്തവും ചെളിയും പുരളുന്നതുപോലും ഒട്ടും കാര്യമാക്കാതെ ആ നിസ്സഹായ ജീവനെ രക്ഷിക്കാൻ പാടുപെടുന്ന അനിർബാനെ അവൾ ആദരവോടി നോക്കി നിന്നു. അന്നുതന്നെ അവർ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിലെത്തി ആ നായ്ക്കുട്ടിയെ പരിചരിക്കുകയും ആവശ്യമായ ചികിത്സ നൽകുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ അനന്യ അനിർബാനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. അപ്പോഴാണ് അനിർബാൻ ജില്ലാ പോലീസിലെ ഒരു സാധാരണ കോൺസ്റ്റബിൾ ആണെന്ന് അനന്യ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല അവൻ. അധർമ്മങ്ങൾക്കും അഴിമതിക്കും മുൻപിൽ ഒരിക്കലും തലകുനിക്കാത്ത, യാതൊരുവിധ കോഴപ്പണവും കൈപ്പറ്റാത്ത, തികച്ചും സത്യസന്ധനായ ഒരു പച്ച മനുഷ്യനായിരുന്നു അനിർബാൻ. പോലീസുകാർക്കിടയിൽ ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരാളെ കണ്ടെത്തുക തികച്ചും പ്രയാസമാണെന്ന് അനന്യയ്ക്ക് തികച്ചും ബോധ്യമായി. ആ സൗഹൃദം പതുക്കെ വളർന്ന് വലിയൊരു പ്രണയമായി മാറുകയും ചെയ്തു. 6 മാസം മുൻപ് അവർ 2 വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ ലളിതമായ ചടങ്ങിൽ വിവാഹിതരാവുകയും ചെയ്തു. ഇന്നവർ നഗരത്തിലെ ഒരു ചെറിയ വാടക വീട്ടിൽ വളരെ സന്തോഷത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കുന്നു. അനന്യ ഒരു സാധാരണ സർക്കാർ ഓഫീസിൽ വളരെ കുറഞ്ഞ ശമ്പളമുള്ള ഒരു ക്ലർക്കായി ജോലി ചെയ്യുകയാണ്. ഇന്നും രാവിലെ അനിർബാന് ആഹാരം പാകം ചെയ്തു കൊടുക്കുന്നതും ജോലി കഴിഞ്ഞു വന്ന് വൈകുന്നേരങ്ങളിൽ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്നതുമെല്ലാം അവരുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു. അനിർബാന്റെ ആ സത്യസന്ധതയും ലാളിത്യവും തന്നെയാണ് അവനെ അനന്യയുടെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. ജനലരികിൽ നിന്ന് ആ പഴയ ഓർമ്മകളിൽ നിന്ന് പതുക്കെ ഉണർന്ന അനന്യ കയ്യിലെ തണുത്തു തുടങ്ങിയ ചായക്കപ്പിലേക്ക് നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. പുറത്ത് മഴ ഇപ്പോൾ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ തലേന്ന് രാത്രി പെയ്ത മഴയുടെ ശക്തി കുറഞ്ഞിരുന്നുവെങ്കിലും അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു തണുപ്പും മൂടൽ മഞ്ഞും നിലനിന്നിരുന്നു. തെരുവുവിളക്കുകളുടെ വെളിച്ചം മങ്ങിത്തുടങ്ങിയ ആ വെളുപ്പാൻ കാലത്ത് നഗരം പതുക്കെ ഉണർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീടിന്റെ ചെറിയ ബാൽക്കണിയിലിരുന്ന് പ്രഭാതചായ കുടിക്കുമ്പോഴും അനിർബാന്റെ മുഖത്ത് പതിവില്ലാത്തൊരു മൗനവും കനത്ത വിഷാദവും തളം കെട്ടി നിൽക്കുന്നത് അനന്യ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അവൻ വളരെയധികം ചിന്താകുലനായിരുന്നു. ജോലി കഴിഞ്ഞ് രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ പഴയതുപോലെ വർത്തമാനം പറയാനോ ഒന്നിച്ചിരുന്ന് ചിരിക്കാനോ അവൻ മുതിർന്നിരുന്നില്ല. മനസ്സിൽ എന്തോ വലിയ ഭാരം പേറുന്നതുപോലെയാണ് അവൻ ഓരോ നിമിഷവും കഴിച്ചുകൂട്ടിയത്. അവന്റെ കൺതടങ്ങളിൽ ഉറക്കമില്ലായ്മയുടെ കറുത്ത പാടുകൾ വീണു തുടങ്ങിയിരുന്നു. കയ്യിലിരുന്ന ചൂട് ചായക്കപ്പിലെ അവസാനത്തെ തുള്ളിയും കുടിച്ചിറക്കി ദൂരേക്ക് കണ്ണും നട്ട് അനിർബാൻ ഒരു കനത്ത ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, അനന്യ, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഈ കാലഘട്ടത്തിൽ മാന്യമായി ജീവിക്കുന്നതും സത്യസന്ധത പുലർത്തുന്നതുമൊക്കെ ഒരു വലിയ ശാപമാണെന്ന്. നമ്മൾ എത്രത്തോളം നേരായ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ സിസ്റ്റം നമ്മളെ ചവിട്ടിമെതിക്കാൻ നോക്കും. എന്നോടൊപ്പം പോലീസിൽ കോൺസ്റ്റബിളായി സർവീസിൽ കയറിയ എന്റെ കൂട്ടുകാരിൽ പലരും ഇന്ന് വലിയ തുകകൾ കോഴ കൊടുത്ത് സീനിയർ കോൺസ്റ്റബിളും ASIയുമൊക്കെയായി ഉയർന്ന പദവികളിൽ എത്തിക്കഴിഞ്ഞു. അവർക്ക് പോലീസിനുള്ളിൽ വലിയ അധികാരമുണ്ട്, സാമ്പത്തികമായ അടിത്തറയുണ്ട്, മേലുദ്യോഗസ്ഥരുടെ പ്രീതിയുണ്ട്. തന്റെ ഉള്ളിൽ നാളുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന സങ്കടങ്ങളും അമർഷങ്ങളും അവനൊടുവിൽ ഭാര്യയുടെ മുന്നിൽ ഓരോന്നായി തുറന്നു പറയാൻ തുടങ്ങി. എന്റെ സഹപ്രവർത്തകരേക്കാൾ മികച്ച വിദ്യാഭ്യാസ യോഗ്യത എനിക്കുണ്ട്. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെയുണ്ടായിട്ടും സർവീസിൽ നല്ല പരിചയസമ്പത്തും കഠിനാധ്വാനവും ഉണ്ടായിട്ടും ഞാനിപ്പോഴും ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു സാധാരണ കോൺസ്റ്റബിളായി തുടരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ലാണന്യ. സ്റ്റേഷനിലെ മേലുദ്യോഗസ്ഥർക്ക് മാസാമാസം കൊടുക്കേണ്ടുന്ന അനധികൃത മാമൂലുകളോ വഴിയോര കച്ചവടക്കാരിൽ നിന്നും മണൽ മാഫിയകളിൽ നിന്നും പിരിച്ചെടുക്കുന്ന കോഴപ്പണത്തിന്റെ ഓഹരിയോ ഞാൻ വാങ്ങാറില്ല, ആർക്കും കൊടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഉദ്യോഗസ്ഥരും നമ്മുടെ സ്റ്റേഷൻ OC സാറുമെല്ലാം എന്നോട് കടുത്ത അമർഷത്തിലും ശത്രുതയിലുമാണ്. ഒരു നെടുവീർപ്പോടെ അവൻ തുടർന്നു. എന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കേണ്ട ഫയലുകൾ മാസങ്ങളായി മേലധികാരികളുടെ മേശപ്പുറത്ത് പൊടി പിടിച്ചു കിടക്കുകയാണ്. അവർക്ക് മുകളിൽ നിന്നും പണം കിട്ടാതെ എന്റെ ഫയൽ ഒപ്പിട്ടു നൽകില്ല. ഞാൻ അവരുടെ വഴിയിലേക്ക് മാറണം,
ഈ നാറിയ അഴിമതിയുടെ ഭാഗമാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കും എന്നവർ പരോക്ഷമായി ഭീഷണിപ്പെടുത്തുന്നു. സ്റ്റേഷനിലെ വലിയ കേസുകൾ തെളിയിക്കുമ്പോഴും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സീനിയർ ഓഫീസർമാർ തട്ടിയെടുക്കും. കഠിനാധ്വാനം ചെയ്യുന്ന എന്നെപ്പോലുള്ളവർക്ക് അവിടെ യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല. പക്ഷേ എന്റെ മനസ്സുതൊട്ട് എനിക്കതിന് കഴിയില്ലല്ലോ. എനിക്കെന്റെ ആദർശങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല അനന്യ. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ആരുടെ മുന്നിലും തലകുനിക്കാതെ അന്യായമായി ഒരു രൂപ പോലും സമ്പാദിക്കാതെ ജീവിക്കാനാണ്. പക്ഷെ ഈ ലോകത്ത് ജീവിക്കാൻ അങ്ങനെയുള്ള തത്വങ്ങൾ മാത്രം പോരാ എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. അനിർബാന്റെ വാക്കുകളിലെ കടുത്ത നിരാശയും ദയനീയതയും തിരിച്ചറിഞ്ഞ അനന്യ ഒട്ടും വൈകാതെ തന്റെ കൈയിലെ കപ്പ് മാറ്റിവെച്ച് അവന്റെ അടുത്തേക്ക് നീങ്ങി. അവൻ പോലും അറിയാതെ വിറയ്ക്കുന്ന അവന്റെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി അവൾ അമർത്തിപ്പിടിച്ചു. അവളുടെ തെളിഞ്ഞ കണ്ണുകളിൽ ഒട്ടും അടിയറ പറയാത്ത ദൃഢനിശ്ചയവും അചഞ്ചലമായ വിശ്വാസവും ഒരു പുതിയ വെളിച്ചം പോലെ തിളങ്ങി നിന്നിരുന്നു. ഒരു സാധാരണ ക്ലർക്കിന്റേതോ വീട്ടമ്മയുടേതോ ഭയമായിരുന്നില്ല ആ നിമിഷം അവളുടെ മുഖത്ത്. അവൾ ശാന്തവും എന്നാൽ ഗൗരവമുള്ളതുമായ സ്വരത്തിൽ പറഞ്ഞു, അനിർബാൻ, എന്തിനാണിങ്ങനെ സ്വയം തകർന്നു പോകുന്നത്? നേരായ വഴിയിലല്ലാതെ കുറുക്കുവഴികളിലൂടെയും അഴിമതിയിലൂടെയും നേടുന്ന വിജയവും പദവികളും വെറുമൊരു മണൽ കൊട്ടാരം പോലെയാണ്. കാറ്റൊന്ന് ശക്തമായി വീശിയാൽ അത് ഏത് നിമിഷവും നിലംപോത്താം. ഇന്നത്തെ ഈ ചെറിയ പ്രതിസന്ധികളും എതിർപ്പുകളും കണ്ട് നിങ്ങൾ ഒട്ടും ഭയപ്പെടരുത്. ഇന്നത്തെ ഈ പ്രതിസന്ധികൾ കണ്ട് പിന്നോട്ടു പോയാൽ ധർമ്മം തോൽക്കുകയും അധർമ്മം ജയിക്കുകയും ചെയ്യും. നാളെയല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ ഈ അപാരമായ സത്യസന്ധതയ്ക്ക് അർഹിച്ച നീതി നിങ്ങളെ തേടിയെത്തുകയെ തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കടമകൾ ഒട്ടും പതറാതെ പൂർണ്ണ നിഷ്ഠയോടെ ചെയ്തു പോകുക. അപ്രതീക്ഷിതമായ ഏതോ ഒരു വഴിയിലൂടെ കാര്യങ്ങൾ നേരെയാകും. നിങ്ങളുടെ മനസ്സിന്റെ പ്രാർത്ഥന മേലധികാരികൾ കേട്ടില്ലെങ്കിലും അർഹിച്ച നീതി നിങ്ങളെ തേടിയെത്തും. ഒരു കാരണവശാലും സ്വന്തം നിലപാടുകളിൽ നിന്നും മാതൃകകളിൽ നിന്നും താങ്കൾ പിന്നോട്ടു പോകരുത്. അവൾ തുടർന്നു, ഈ സമൂഹത്തിൽ സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് എപ്പോഴും എതിർപ്പുകളുണ്ടാകും. അത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സത്യസന്ധതയുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ്. ഇന്ന് നിങ്ങൾക്കു നേരെ ഉയരുന്ന പരിഹാസങ്ങളും തടസ്സങ്ങളും നാളെ നിങ്ങളുടെ വിജയത്തിന്റെ തിളക്കം കൂടുകയേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട്. നമുക്ക് വിശപ്പടക്കാൻ വലിയ സാമ്രാജ്യങ്ങളോ കൊട്ടാരങ്ങളോ ആവശ്യമില്ല. സമാധാനമുള്ളൊരു മനസ്സും നേരായ വരുമാനവും മാത്രം മതി. അതുകൊണ്ട് ഒരു കാരണവശാലും നീതിയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കരുത്. അനിർബാൻ മങ്ങിക്കത്തിയ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. ഭാര്യ തനിക്ക് ധൈര്യം പകരാൻ പറയുന്ന വെറും സമാധാന വാക്കുകളാണെന്ന് അവൻ കരുതിയെങ്കിലും ആ സ്വരത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ഗാംഭീര്യവും തികഞ്ഞ ശാന്തതയും അവന്റെ ഉള്ളിലെ ഭയത്തെയും സങ്കടത്തെയും അല്പം കുറച്ചു. എന്ത് പ്രതിസന്ധിയുണ്ടായാലും വരും ദിവസങ്ങളിൽ പോരാടാനുള്ള ഒരു പ്രത്യേക ഊർജം ആ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ചർച്ചയ്ക്ക് ശേഷം അനിർബാൻ തന്റെ പോലീസ് യൂണിഫോം ധരിച്ച് പട്രോളിങ്ങിനായി സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി. അവൻ വീടിന്റെ താഴത്തെ റോഡിന്റെ വളവ് തിരിയുന്നതുവരെ അനന്യ ബാൽക്കണിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ പൂർണ്ണമായും കാഴ്ചയിൽ നിന്നും മറഞ്ഞതും അവളുടെ മുഖത്തെ സാധാരണക്കാരി വീട്ടമ്മയുടെ ശാന്തമായ ഭാവം പതുക്കെ മാഞ്ഞു. ഒരു സാധാരണ സർക്കാർ ക്ലർക്കിന്റേതല്ലാത്ത ഏതോ ദീർഘവീക്ഷണമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥയുടെ മൂർച്ചയുള്ള കണ്ണുകളോടെ റോഡിലേക്ക് നോക്കി അവൾ സ്വയം മന്ത്രിച്ചു, അനിർബാൻ, നിങ്ങളുടെ സത്യസന്ധതയുടെ കാഠിന്യമേറിയ പരീക്ഷണം അവസാനിക്കാറായി. അധികം വൈകാതെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന ആദരവും ഉയർന്ന പദവിയും നിങ്ങളുടെ കൈകളിൽ വന്നെത്തും. ഈ സിസ്റ്റത്തിലെ അഴിമതിക്കാർ അഴിയെണ്ണുന്ന ദിവസം വിദൂരമല്ല. സ്റ്റേഷനിലെത്തിയ അനിർബാൻ പതിവ് പോലെ സ്വന്തം ജോലികളിൽ മുഴുകി. സഹപ്രവർത്തകരിൽ പലരും അവനെ കളിയാക്കുന്ന മട്ടിൽ നോക്കുന്നുണ്ടായിരുന്നു. സ്റ്റേഷൻ ഓസി ആ വഴി കടന്നുപോയപ്പോൾ അനിർബാനെ ഒന്ന് രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു. തനിക്കെതിരെ പുതിയ എന്തോ നീക്കം സ്റ്റേഷനിൽ നടക്കുന്നുണ്ടെന്ന് അനിർബാന് തോന്നി. ഉച്ചകഴിഞ്ഞ് പെട്രോളിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ അനിർബാൻ വലിയൊരു തളർച്ചയോടെയാണ് ഒഫീഷ്യൽ ഡെസ്കിൽ ഇരുന്നത്. എന്നാൽ വൈകുന്നേരത്തോടെ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറിമറിഞ്ഞു. സ്റ്റേഷനിലേക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു പ്രത്യേക വയർലെസ് സന്ദേശവും ഔദ്യോഗിക ഉത്തരവും വന്നു ചേർന്നതോടെ അവിടെ വലിയൊരു നിശബ്ദത പടർന്നു. റൈറ്റർ ആ ഫയലുമായി ഓസിയുടെ മുറിയിലേക്ക് ഓടുന്നത് അനിർബാൻ കണ്ടു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ അനിർബാൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവന്റെ ഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവനിൽ രാവിലെ കണ്ട വിഷാദമോ തളർച്ചയോ ഇല്ലായിരുന്നു. പകരം അവന്റെ കണ്ണുകളിൽ വലിയൊരു സന്തോഷവും അടക്കാനാവാത്ത അത്ഭുതവും തിളങ്ങി നിന്നു. വാതിൽ തുറന്ന ഉടനെ തന്നെ അവൻ അനന്യയെ വാരിയുണയുന്നു. പെട്ടെന്നുള്ള അവന്റെ വികാരപ്രകടനം കണ്ട് അത്ഭുതം നടിച്ചുകൊണ്ട് അനന്യ ചോദിച്ചു,
എന്താ പറ്റി അനിർബാൻ, ഇന്ന് ഇത്ര വലിയ സന്തോഷം? എന്തെങ്കിലും ലോട്ടറി അടിച്ചോ അതോ വഴിയിൽ നിന്നു പണം കിട്ടിയോ? ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അനിർബാൻ പറഞ്ഞു. അനന്യ, നീ ഒരു സാധാരണ മനുഷ്യനല്ല, ഏതോ ദേവിയാണ്. ഇന്ന് രാവിലെ നീ എന്താണോ എന്നോട് പറഞ്ഞത്, അത് വൈകുന്നേരമായപ്പോഴേക്കും എന്റെ ജീവിതത്തിൽ അത്ഭുതം പോലെ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്റെ പ്രമോഷൻ ഓർഡർ വന്നിരിക്കുന്നു. അതും ഒരു സാധാരണ സ്ഥാനക്കയറ്റമല്ല. കോൺസ്റ്റബിൾ തസ്തികയിൽ നിന്നും നേരിട്ട് സബ് ഇൻസ്പെക്ടർ SI ആയിട്ടാണ് എനിക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത്. അനന്യയുടെ ചുണ്ടിൽ നേർത്തൊരു സംതൃപ്തിയുടെ പുഞ്ചിരി വിടർന്നു. അവൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനായി കാത്തുനിന്നു. അനിർബാൻ വിവരങ്ങൾ ഓരോന്നായി വിശദമായി വിവരിച്ചു. ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ, ഈ പ്രമോഷൻ ഓർഡർ നമ്മുടെ ജില്ലാ SP ഓഫീസിൽ നിന്നും വന്നിരിക്കുന്നതല്ല. നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവി DGPയുടെ ഓഫീസിൽ നിന്നാണ് ഇത്തരമൊരു അപൂർവ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. സാധാരണയായി ഒരു കോൺസ്റ്റബിളിന് SI ആകണമെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും വകുപ്പുതല പരീക്ഷകളും വേണം. എന്നാൽ വകുപ്പുതലത്തിൽ നൽകിയ മികച്ച സേവനവും സത്യസന്ധതയും പരിഗണിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് തന്നെ നേരിട്ട് ഒപ്പിട്ട ഉത്തരവാണിത്. അവൻ തുടർന്നു. നമ്മുടെ സ്റ്റേഷനിലെ OC സാർ ഇത് കണ്ട് പൂർണ്ണമായ അന്തം വിട്ടുപോയി. ഇത്രയും കാലം എന്നെ താഴ്ത്തി സംസാരിച്ച അദ്ദേഹം എന്നെ ചേംബറിലേക്ക് വിളിപ്പിച്ച് ഭയത്തോടെയും ആകുലതയോടെയും ചോദിച്ചു, അനിർബാൻ, നിനക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ വല്ല വലിയ ഉദ്യോഗസ്ഥരുമായി രഹസ്യബന്ധമുണ്ടോ? ആരുടെ വലിയ ശുപാർശയിലാണ് നീ ഈ ഒറ്റച്ചാട്ടത്തിന് SI ആകുന്നത് എന്നെനിക്ക് ചോദിച്ചു. എനിക്ക് എന്തു പറയണമെന്നറിഞ്ഞുകൂടാ. എനിക്കങ്ങനെയുള്ള ആരെയും അറിയില്ല. എന്റെ കൈകൾ ശുദ്ധമാണെന്നും ഞാൻ സത്യം പറഞ്ഞു. പക്ഷെ സ്റ്റേഷനിലുള്ള ആരും ഇത് വിശ്വസിക്കുന്നില്ല. എല്ലാവരും രഹസ്യമായി എനിക്കെതിരെ കണ്ണും പൂച്ചി സംസാരിക്കുന്നുണ്ട്. ചിലർ പറയുന്നു ഞാൻ മുകളിൽ ആർക്കോ വലിയ തുക കൊടുത്തു എന്ന്. മറ്റു ചിലർ പറയുന്നു എനിക്ക് വൻ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന്. പക്ഷെ എനിക്കറിയാം, ഇത് എന്റെ സത്യസന്ധതയ്ക്ക് ദൈവം തന്ന സമ്മാനമാണെന്ന്. അനന്യ അനിർബാന്റെ ആകുല നിറഞ്ഞ തലയിൽ പതുക്കെ തലോടെ അവൾ പറഞ്ഞു. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ അനിർബാൻ, ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും അനീതി നേരിടേണ്ടി വരില്ല. ഈ ചെയർ നിനക്ക് പണ്ടേ കിട്ടേണ്ടതായിരുന്നു. മേലുദ്യോഗസ്ഥരുടെയോ മറ്റ് അഴിമതിക്കാരുടെയോ കണ്ണുരുട്ടലുകൾ കണ്ട് ഭയപ്പെടേണ്ടതില്ല. ഇനി മുതൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ അതേ സത്യസന്ധതയോടെ ജനങ്ങളെ സേവിക്കുക. നിങ്ങളെപ്പോലെയുള്ള ഓഫീസർമാരാണ് ഈ നാടിനാവശ്യം. പ്രമോഷൻ കിട്ടിയെങ്കിലും അനിർബാന്റെ മനസ്സ് വല്ലാത്തൊരു അത്ഭുത ചുഴിയിലായിരുന്നു. വളരെ ലളിതമായി ജീവിക്കുന്ന സാധാരണക്കാരിയായ തന്റെ ഈ ഭാര്യയ്ക്ക് ഭാവി മുൻകൂട്ടി കാണാനും പ്രവചിക്കാനുമുള്ള ഏതോ അത്ഭുത ശക്തിയുണ്ടോ എന്ന് അവൻ ചിന്തിച്ചുപോയി. താൻ വീണുപോകാൻ തുടങ്ങുമ്പോഴെല്ലാം തനിക്ക് താങ്ങായി നിൽക്കുന്ന അനന്യയുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചെങ്കിലും പ്രമോഷന്റെ സന്തോഷത്തിൽ അവൻ ആ ചിന്തകളെ താൽക്കാലികമായി മാറ്റിവെച്ചു. സബ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റതോടെ അനിർബാന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ സ്വഭാവവും രീതികളും ആകെ മാറിമറിഞ്ഞു. തോളിനു മുകളിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അവന് കൂടുതൽ അധികാരത്തോടൊപ്പം വലിയൊരു വിഭാഗം ജനങ്ങളുടെ സംരക്ഷണ ചുമതല കൂടി നൽകി. സാധാരണക്കാരായ ആളുകൾ നീതി തേടി അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എന്നാൽ ഈ പുതിയ പദവി നൽകിയ ആശ്വാസത്തേക്കാൾ വലിയ പ്രതിസന്ധികളും കടുത്ത ഭീഷണികളുമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അവനെ തേടിയെത്തിയത്. സ്റ്റേഷനിലെ പഴയ OCക്ക് അനിർബാന്റെ ഈ അപ്രതീക്ഷിത വളർച്ചയും പ്രൊമോഷനും ഒട്ടും ദഹിച്ചിരുന്നില്ല. ഇത്രയും കാലം ഒരു സാധാരണ കോൺസ്റ്റബിളായി തനിക്ക് മുന്നിൽ ഭയത്തോടെ തലകുനിച്ചു നിന്ന ഒരുവൻ ഇന്ന് തന്റെ തൊട്ടു താഴെയുള്ള ഉയർന്ന തസ്തികയിൽ സമന്മാരെപ്പോലെ വന്നു നിൽക്കുന്നതും സ്റ്റേഷനിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നതും ആ അഴിമതികാരനായ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അഹങ്കാരത്തിനും ഈഗോയ്ക്കും ഏറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. ആ OC വെറുമൊരു അഴിമതിക്കാരൻ മാത്രമായിരുന്നില്ല. പ്രദേശത്തെ പ്രമുഖരായ ഭരണപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെയും നിയമവിരുദ്ധ മാഫിയകളുടെയും പ്രധാന വിശ്വസ്തനും അവരുടെ നിഴലുമായിരുന്നു. സ്റ്റേഷനിൽ ദിവസേന നടന്നിരുന്ന കോടികളുടെ അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ സിംഹഭാഗവും അദ്ദേഹത്തിന്റെ മുറിയിലൂടെയാണ് കടന്നുപോയിരുന്നത്. എന്നാൽ അനിർബാൻ SI ആയി ചുമതലയേറ്റതോടെ ആ കറുത്ത സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകാൻ തുടങ്ങി. സ്റ്റേഷനിലേക്കെത്തുന്ന പാവപ്പെട്ടവരുടെ പരാതികളിൽ നിഷ്പക്ഷമായി നടപടിയെടുക്കാനും പിടിക്കപ്പെടുന്ന കുറ്റവാളികളെ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ നിയമത്തിന്റെ മുന്നിൽ കൃത്യമായി എത്തിക്കാനും അനിർബാൻ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു. OCയുടെ പല വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾക്കും രാഷ്ട്രീയക്കാരുടെ ഫോൺ കോളുകൾക്കും അനിർബാന്റെ സാന്നിധ്യം വലിയൊരു കടമ്പയായി മാറി. ഒരു ദിവസം അർദ്ധരാത്രിയിൽ പട്രോളിങ്ങിനിടെ നഗരത്തിലേറെ നാളായി യുവാക്കൾക്കിടയിൽ മയക്കുമരുന്നു മാഫിയ നയിച്ചിരുന്ന ഒരു കുപ്രസിദ്ധ കുറ്റവാളിയെ അനിർബാനും സംഘവും സാഹസികമായി പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലെത്തിച്ചു.
ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന വിനാശകാരിയായ മയക്കുമരുന്നും അയാളുടെ പക്കൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിരുന്നു. എന്നാൽ വിവരമറിഞ്ഞ ഓസി മിനിറ്റുകൾക്കകം അടിയന്തരമായി സ്റ്റേഷനിലെത്തി അനിർബാനെ തന്റെ അടച്ചിട്ട മുറിയിലേക്ക് വിളിപ്പിച്ചു. ഒരു എഫ്ഐആറും രേഖപ്പെടുത്താതെ പിടിച്ചെടുത്ത തൊണ്ടിമുതലുകൾ മറച്ചുവെച്ച് അയാളെ ഉടൻ തന്നെ പിൻവാതിലിലൂടെ ഇറക്കിവിടാൻ ഓസി രഹസ്യമായി ഉത്തരവിട്ടു. മേശപ്പുറത്ത് കനത്തൊരു തുകയടങ്ങിയ കവർ വെച്ചുകൊണ്ട് ഓസി കുതന്ത്രത്തോടെ പറഞ്ഞു, അനിർബാൻ, നീ കസേരയിൽ പുതിയതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്ക്. ഇയാൾ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളാണ്. ആവശ്യമില്ലാതെ നിയമം പറഞ്ഞ് കഠിനത കാട്ടിയാൽ നിന്റെ ജോലിയും കുടുംബവും അപകടത്തിലാകും. ഈ തുക കൈപ്പറ്റി വിഷയം ഇവിടെ വെച്ച് തണുപ്പിക്ക്. എന്നാൽ അനിർബാൻ ഒട്ടും പതറാതെ ആ പണക്കവറിലേക്ക് നോക്കുക പോലും ചെയ്യാതെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, സാറിനോട് ക്ഷമിക്കണം. ഈ രാജ്യത്തെ നിയമത്തോടും ഞാനെടുത്ത ഔദ്യോഗിക പ്രതിജ്ഞയോടും മാത്രമാണ് എനിക്ക് ഉത്തരവാദിത്വം. വ്യക്തമായ തെളിവുകളും തൊണ്ടിമുതലുകളുമുള്ള സ്ഥിതിക്ക് ഒരു കുറ്റവാളിയെയും നിയമവിരുദ്ധമായി പുറത്തുവിടാൻ എനിക്ക് കഴിയില്ല. കേസ് ഞാൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇത് ഓസിയെ കഠിനമായി ചൊടിപ്പിച്ചു. സ്വന്തം ചേംബറിൽ വെച്ച് ഒരു ജൂനിയർ ഓഫീസർ തന്നെ തുറന്നെതിർത്തത് അദ്ദേഹത്തിന്റെ സഹനപരിധി കടന്നു. അന്നു മുതൽ അനിർബാനെ മാനസികമായി തകർത്തു കളയാൻ ഓസി കണിശമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. അനിർബാനെതിരെ വ്യാജ പരാതികളും അച്ചടക്ക ലംഘന റിപ്പോർട്ടുകളും തയ്യാറാക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് നിരന്തരമായി അയച്ചുകൊണ്ടിരുന്നു. പ്രധാനപ്പെട്ട കേസുകളുടെ അന്വേഷണ ചുമതലകളിൽ നിന്നും അവനെ ബോധപൂർവം മാറ്റി നിർത്തി. അനാവശ്യമായ നൈറ്റ് ഡ്യൂട്ടികളും വിശ്രമമില്ലാത്ത ജോലിഭാരവും നൽകി അവനെ ശാരീരികവും മാനസികവുമായി തളർത്താൻ ശ്രമിച്ചു. ഒരു വിഷവലയം പോലെ അവൻ സ്റ്റേഷനിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടുപോയി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് അപ്രതീക്ഷിതമായി സ്റ്റേഷൻ സന്ദർശിക്കാനെത്തി. ഓസി നൽകിയ വ്യാജ റിപ്പോർട്ടുകളിൽ പ്രകോപിതനായിരുന്ന SP മറ്റു ജീവനക്കാരുടെയും സഹപ്രവർത്തകരുടെയും മുന്നിൽ വെച്ച് അനിർബാനെ പരസ്യമായി അധിക്ഷേപിച്ചു. കേൾക്കൂ SI അനിർബാൻ, നിങ്ങളെക്കുറിച്ച് തികച്ചും മോശമായ റിപ്പോർട്ടുകളാണ് എനിക്ക് കിട്ടുന്നത്. സീനിയർ ഓഫീസർമാരുടെ ഉത്തരവുകൾ അനുസരിക്കാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നത് ഒട്ടും വെച്ചുപൊറുപ്പിക്കില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ DGP പ്രമോഷൻ കിട്ടിയത്, അതുപോലെ തന്നെ ഒരു ഗുരുതരമായ പരാതി വന്നാൽ നിങ്ങളെ ഡിമോട്ട് ചെയ്ത് പഴയ സ്ഥാനത്തേക്ക് തള്ളാനും എനിക്കറിയാം. നിങ്ങളുടെ ഈ അഹങ്കാരം ഇവിടെ ചെലവാകില്ല എന്ന് SP ഉറക്കെ ഗർജിച്ചു. അരികിൽ നിന്ന ഓസിയുടെ മുഖത്ത് ആ സമയത്തൊരു കുടിലമായ ചിരി തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ അപമാനിതനായ അനിർബാൻ ഒരക്ഷരം പോലും മിണ്ടാനാകാതെ നിശ്ചലനായി നിന്നു. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഈ വ്യവസ്ഥിതിയിൽ ഒറ്റയ്ക്ക് പോരാടുന്നത് ഒരു വലിയ മല തള്ളി നീക്കുന്നതുപോലെ അസാധ്യമാണെന്ന് അവന് തോന്നിപ്പോയി. അന്ന് രാത്രി വീട്ടിലെത്തിയ അനിർബാൻ ആഹാരം പോലും കഴിക്കാൻ കൂട്ടായില്ല. വലിയൊരു മാനസിക തകർച്ചയോടെ അവൻ കിടക്കയിൽ കിടന്ന് മേൽക്കൂരയിലേക്ക് കണ്ണും നട്ടുകിടന്നു. അവന്റെ ഉള്ളിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു. അനന്യ അവന്റെ അരികിലേക്ക് വന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ സങ്കടത്തിന്റെ കണ്ണീർത്തുളികളില്ലായിരുന്നു. പകരം ആഴമേറിയ സഹാനുഭൂതിയും അപാരമായ തന്റേടവും മാത്രമായിരുന്നു. അനിർബാൻ ഇടറിയ ഗളത്തിൽ പറഞ്ഞു, അനന്യ, എനിക്കിനി പോരാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു സത്യസന്ധനായ ഓഫീസറായി ഈ നോവിക്കുന്ന സിസ്റ്റത്തിൽ സർവൈവൽ സാധ്യമല്ല. ഇന്ന് SP സാർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അങ്ങേയറ്റം അപമാനിച്ചു. ഡിമോട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഓസി എന്നെ ചതിക്കാനായി ഓരോ നിമിഷവും കുരുക്കുകൾ നെയ്യുകയാണ്. എനിക്ക് ലഭിച്ച ആ പ്രമോഷനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായി മാറിയത്. എനിക്ക് പഴയ കോൺസ്റ്റബിൾ ജോലിയായിരുന്നു ഇതിലും ഭേദം. അനന്യ അവന്റെ മുടിയിഴകളിൽ പതുക്കെ വിരലോടിച്ചുകൊണ്ട് അത്യാത്മവിശ്വാസത്തോടെ പറഞ്ഞു, അനിർബാൻ, നീ സ്വയം ഇത്രയും ദുർബലനാണെന്ന് കരുതുന്നതെന്ത്? കൊടുങ്കാട്ടിലും പെരുമഴയിലും തലകുനിക്കാതെ നിവർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ മാത്രമാണ് അവസാനം വരെ ജീവനോടെ നിലനിൽക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റു ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഈ വ്യാജ ആരോപണങ്ങളെ ഭയപ്പെടുന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഒട്ടും ആകുലപ്പെടേണ്ടതില്ല. നാളത്തെ പുലരി നിങ്ങൾക്ക് തീർത്തും പുതിയൊരു ദിശാബോധം നൽകും. ഇന്ന് നിങ്ങളെ അപമാനിച്ചും അധിക്ഷേപിച്ചും നിരുന്നവർ നാളെ തന്നെ നിങ്ങളുടെ അധികാരത്തിനും ആദർശത്തിനും മുന്നിൽ തലകുനിക്കേണ്ടിവരും. സത്യമായ പ്രവൃത്തികളുടെ ഫലം ഒരിക്കലും വീണുപോകില്ല. ഇത് ഈ പ്രപഞ്ചത്തിന്റെ മാറ്റിമറിക്കാനാവാത്ത നിയമമാണ്. നിങ്ങൾ സ്വന്തം ആത്മവിശ്വാസത്തിൽ മാത്രം വിശ്വസിക്കൂ. അനന്യയുടെ ആ വാക്കുകളിലെ തീക്ഷ്ണതയും അചഞ്ചലമായ ശബ്ദഗാംഭീര്യവും തകർന്നുപോയ അനിർബാന് വീണ്ടും ജീവിക്കാനുള്ള ബലവും ധൈര്യവും നൽകി. അനന്യ ഇത്രയും വലിയ ഉറപ്പോടെ സംസാരിക്കുമ്പോൾ തീർച്ചയായും ഈ ഇരുട്ടിനപ്പുറം എന്തോ ഒരു വെളിച്ചമുണ്ട് എന്നവൻ വിശ്വസിച്ചു. അടുത്ത ദിവസം പുലർച്ചെ വല്ലാത്തൊരു മാനസിക ഭാരത്തോടും അനിശ്ചിതത്വത്തോടും കൂടിയാണ് അനിർബാൻ ഉണർന്നത്. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൻ യൂണിഫോം ധരിച്ച് സ്റ്റേഷനിലേക്ക് തിരിച്ചു. എന്നാൽ സാധാരണയായി അഴിമതിയുടെയും ഭയത്തിന്റെയും അന്തരീക്ഷം നിറഞ്ഞു വെലുക്കാറുള്ള ആ സ്റ്റേഷന്റെ പരിസരം ഇന്ന് തികച്ചും ശാന്തവും നിശബ്ദവുമാണ്.
ജീവനക്കാരാരും പതിവ് പോലെ വെറുതെ സംസാരിച്ചിരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്നില്ല. ഒരു കാലത്ത് അവനെ കണ്ട് പരിഹസിച്ചിരുന്ന പോലീസുകാർ ആകാംക്ഷയോടും ഏതോ ഭയത്തോടും കൂടിയാണ് അവന്റെ ഓരോ ചുവടുകളെയും നോക്കിക്കണ്ടത്. പെട്ടെന്ന് സ്റ്റേഷനിലെ സീനിയർ റൈറ്ററായ ഉദ്യോഗസ്ഥൻ പരിഭ്രാന്തനായി അനിർബാന്റെ അടുത്തേക്ക് ഓടിയെത്തി പറഞ്ഞു, "അനിർബാൻ, വാർത്തയൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ഓസിക്കെതിരെ അടിയന്തര നടപടി വന്നിരിക്കുന്നു. അദ്ദേഹത്തെ നേരിട്ട് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതിനോടൊപ്പം അഴിമതി കേസിൽ വിജിലൻസ് അടിയന്തര അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുന്നു." അനിർബാൻ പൂർണ്ണമായും പകച്ചുപോയി. ചിന്തിച്ചു തീർക്കുന്നതിനു മുൻപേ സ്റ്റേഷന്റെ മുറ്റത്തേക്ക് ഉയർന്ന വേഗത്തിൽ ഇരച്ചെത്തിയത് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഔദ്യോഗിക വാഹനമായിരുന്നു. കഴിഞ്ഞ ദിവസം അനിർബാനെ പരസ്യമായി അധിക്ഷേപിച്ച അതേ SP അതിവേഗം കാറിൽ നിന്നിറങ്ങി അനിർബാൻ നിൽക്കുന്ന ദിശയിലേക്ക് നടന്നുവന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന ആ അഹങ്കാരം ഇന്ന് പൂർണ്ണമായും മാഞ്ഞുപോയി. പകരം ഒരു വലിയ തെറ്റു ചെയ്തതിന്റെ അഗാധമായ കുറ്റബോധവും അത്യന്തം താഴ്മയും മാത്രമായിരുന്നു ആ മുഖത്ത്. അദ്ദേഹം അനിർബാന്റെ അരികിലേക്ക് നടന്നുവന്നു. SP വളരെ പതറിയ സ്വരത്തിൽ പറഞ്ഞു, "അനിർബാൻ, ഇന്നലെ ഞാൻ നിങ്ങളോട് പെരുമാറിയ രീതിക്ക് ഞാൻ തികച്ചും ലജ്ജിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. പഴയ OC എന്തുമാത്രം വലിയ അഴിമതിക്കാരനാണെന്നും താങ്കൾക്കെതിരെ വ്യാജ റിപ്പോർട്ടുകൾ ചമയ്ക്കുകയായിരുന്നു എന്നും ഇന്ന് പുലർച്ചെ ലഭിച്ച രഹസ്യ വിവരങ്ങളിലൂടെ എനിക്ക് വ്യക്തമായി. അദ്ദേഹത്തെ ഉടനടി സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്." അതിനുശേഷം SP അനിർബാന്റെ കൈ പിടിച്ച് സല്യൂട്ട് ചെയ്തു തുടർന്നു, "മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇന്നു മുതൽ ഈ സ്റ്റേഷന്റെ പൂർണ്ണ ചുമതലയുള്ള ഭാരപ്രാപ്ത ഉദ്യോഗസ്ഥനായി താങ്കളെ നിയമിച്ചിരിക്കുന്നു. താങ്കളുടെ സത്യസന്ധതയെക്കുറിച്ച് IG സാറാണ് അന്വേഷിച്ച് റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. ഇനി മുതൽ സ്വന്തം നിലപാടുകൾ അനുസരിച്ച് ഈ സ്റ്റേഷൻ താങ്കൾക്ക് ഭരിക്കാം. വ്യക്തിപരമായി ഞാൻ താങ്കളോടൊന്നുകൂടി മാപ്പ് ചോദിക്കുന്നു." അനിർബാന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വരെ അപമാനിതനായ അവൻ ഇന്ന് ആ വലിയ പോലീസ് സ്റ്റേഷന്റെ അധിപനായി OCയുടെ പ്രധാന കസേരയിൽ ചെന്നിരുന്നു. തന്റെ അധർമ്മങ്ങളെ ചോദ്യം ചെയ്തവർക്ക് മുന്നിൽ അഴിമതിയുടെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീഴുന്ന കാഴ്ച അവൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അതേസമയം തന്നെ അനന്യയുടെ പ്രവാചക തുല്യമായ വാക്കുകൾ അവന്റെ ഉള്ളിൽ വീണ്ടും മുഴങ്ങാൻ തുടങ്ങി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അനിർബാൻ നഗരത്തിലെ വലിയ പൂക്കടയിൽ നിന്ന് രക്തവർണ്ണമുള്ള റോസാപ്പൂക്കൾ വാങ്ങി. അവളുടെ പ്രാർത്ഥനയാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന സ്നേഹത്തോടെ അവൻ അനന്യയോട് പൂക്കൾ നീട്ടി അവളെ ചേർത്തുപിടിച്ചു. "അനന്യ, നീയൊരു സാധാരണ മനുഷ്യനല്ല. ഇന്ന് സ്റ്റേഷനിൽ നടന്നത് ഏതെങ്കിലും സിനിമയെ പോലും തോൽപ്പിക്കുന്ന കാര്യങ്ങളാണ്." അവൻ അന്നുണ്ടായ സംഭവങ്ങൾ വിവരിച്ചു. അനന്യ ആ പൂക്കൾ വാങ്ങി പുഞ്ചിരിച്ചു. "ഞാനൊരു ജാതകക്കാരിയുമല്ല അനിർബാൻ. നീതിയുടെ പാത എപ്പോഴും മുള്ളുകൾ നിറഞ്ഞതായിരിക്കും. പക്ഷെ അവസാനം അതിന്റെ ലക്ഷ്യസ്ഥാനം മനോഹരമായിരിക്കും. ഇതിലെല്ലാം നിങ്ങളുടെ സത്യസന്ധത മാത്രമാണ് വിജയിച്ചത്." എങ്കിലും അനിർബാന്റെ ഉള്ളിലെ സംശയം അടങ്ങിയില്ല. "അനന്യ, എനിക്ക് മനസ്സിലാകുന്നില്ല. നീയൊരു സാധാരണ ഓഫീസിലെ ക്ലർക്കല്ലേ? ഇത്ര പെട്ടെന്ന് സംസ്ഥാന തലത്തിൽ നിന്ന് ഇതൊക്കെ നടപ്പിലായത് എങ്ങനെയാണ്?" അനന്യ ആ സംശയത്തെ ചിരിച്ചു തള്ളി. "എന്നെപ്പോലൊരു പാവം ക്ലർക്കിനെ ഇത്തരം കാര്യങ്ങളിൽ ആരു പരിഗണിക്കാനാണ്? ഇതെല്ലാം ദൈവത്തിന്റെ ഫലമാണ്." അവൻ അത് വിട്ടുകളഞ്ഞെങ്കിലും അവളുടെ സാധാരണത്തിനു പിന്നിൽ വലിയൊരു നിഗൂഢതയുണ്ട് എന്നവൻ ആഴത്തിൽ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ജില്ലാ പോലീസ് ലൈനിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന വമ്പൻ ഔദ്യോഗിക ആഘോഷ പരിപാടി നടക്കാനിരിക്കുകയായിരുന്നു. ഉയർന്ന IAS, IPS ഉദ്യോഗസ്ഥരും നേതാക്കളും പങ്കെടുക്കുന്ന ചടങ്ങായിരുന്നു അത്. പുതിയ OC എന്ന നിലയിൽ അനിർബാന് കുടുംബത്തോടൊപ്പം പങ്കെടുക്കേണ്ടിയിരുന്നു. അവൻ നിർബന്ധിച്ചതിനെ തുടർന്ന് അനന്യ ഒരു സാധാരണ തറി സാരിയും ഉടുത്ത് അവനോടൊപ്പം ചടങ്ങിലെത്തി. ഹാളിൽ ആഘോഷങ്ങൾ മുറുകുന്നതിനിടയിൽ കനത്ത സുരക്ഷയോടെ സിറ്റി പോലീസ് കമ്മീഷണറും സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ IG-യും ഹാളിലേക്ക് പ്രവേശിച്ചു. സംസാരിച്ചു മുന്നോട്ട് നീങ്ങിയ കമ്മീഷണറുടെ കണ്ണുകൾ പെട്ടെന്നാണ് കോണിൽ നിൽക്കുന്ന അനന്യയുടെ നേർക്ക് പതിച്ചത്. പെട്ടെന്ന് കമ്മീഷണർ സംസാരിക്കുന്നത് നിർത്തി നിശ്ചലനായി. കമ്മീഷണർ അതിവേഗം അനന്യ നിൽക്കുന്ന ദിശയിലേക്ക് നടന്നുവന്നു. ഹാളാകെ നിശബ്ദമായി. സാധാരണ സാരിയൊടുത്ത ആ സ്ത്രീയുടെ മുന്നിൽ നിവർന്നു നിന്ന് കമ്മീഷണർ ഗാംഭീര്യത്തോടെ സെല്യൂട്ടടിച്ച് ഉറക്കെ പറഞ്ഞു, "ജയ് ഹിന്ദ് മാഡം, താങ്കൾ ഈ ജില്ലയിൽ ഇവിടെയുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. വാക്കറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ താങ്കളെ ഗേറ്റിൽ സ്വീകരിക്കുമായിരുന്നല്ലോ." അനിർബാൻ തരിച്ചുപോയി. SP ഞെട്ടലോടെ പറഞ്ഞു, "സർ, ഇവർ നമ്മുടെ പുതിയ OC അനിർബാന്റെ ഭാര്യയാണ്, ഒരു സാധാരണ ഓഫീസിലെ ക്ലർക്ക്." കമ്മീഷണർ ഗൗരവത്തോടെ തിരുത്തി, "എന്താണ് SP പറയുന്നത്? നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സംസ്ഥാനത്തെ ക്രൈമുകളും അഴിമതികളും അന്വേഷിക്കുന്ന CID, ആന്റി അഴിമതി വിങ്ങിന്റെ തലവയായ DIG അനന്യ റോയാണ്. കഴിഞ്ഞ 6 മാസമായി ഈ ജില്ലയിലെ മാഫിയകളെയും പോലീസിനുള്ളിലെ കറുത്ത ആടുകളെയും പിടിക്കാനുള്ള അതിരഹസ്യ അണ്ടർ കവർ മിഷനിലായിരുന്നു മാഡം." അനിർബാൻ അന്തം വിട്ടുനിന്നു. തനിക്കെന്നും ചോറ് വിളമ്പിത്തന്ന ഭാര്യ സംസ്ഥാനത്തെ പ്രമുഖ DIG ആയിരുന്നു.
അനന്യ അനിർഭാന്റെ കൈകൾ മുറുകെ പിടിച്ച് പതുക്കെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം അനിർഭാൻ. എന്റെ ഓപ്പറേഷന്റെ രഹസ്യ സ്വഭാവം കൊണ്ടാണ് ഞാൻ സത്യം പറയാതിരുന്നത്. നിങ്ങളുടെ സത്യസന്ധതയാണ് എനിക്ക് ഈ സിസ്റ്റം മാറ്റാനുള്ള പ്രചോദനമായത്. സത്യസന്ധതയും ധീരമായ അധികാരവും ഒന്നിച്ചപ്പോൾ ആ ഹാളിൽ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ രംഗത്തിന് തുടക്കമായി. ഹാളിൽ തടിച്ചുകൂടിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മുൻപിൽ അനന്യ നൽകിയ ആ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ അനിർബാന്റെ ഔദ്യോഗിക ജീവിതത്തെയും വ്യക്തിജീവിതത്തെയും ഒരുപോലെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ടു. എന്നാൽ ആഘോഷങ്ങൾ കഴിഞ്ഞു തിരികെ വീട്ടിലെത്തിയപ്പോൾ പഴയതുപോലെ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ആ ചെറിയ മുറിക്കുള്ളിൽ അനിർബാൻ മടിച്ചാണ് കാൽ വെച്ചത്. അവന്റെ സംശയം നിറഞ്ഞ മുഖവും മടിയും കണ്ട അനന്യ തന്റെ കയ്യിലിരുന്ന പേഴ്സ് മേശപ്പുറത്തേക്ക് വെച്ച് ശാന്തമായി അവന്റെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് ആഘോഷവേളയിൽ കണ്ട ആ കർക്കശക്കാരിയായ DIGയുടെ കർക്കശ്യമുണ്ടായിരുന്നില്ല. പകരം തികച്ചും അനുസരണയുള്ള സൗമ്യയായ പഴയ അനന്യ മാത്രമായിരുന്നു. എന്താണ് അനിർബാൻ, സ്വന്തം വീട്ടിലേക്ക് കയറാൻ ഇത്രയൊരു അപരിചിതത്വം? എന്റെ കൂടെ നടക്കാൻ ഇപ്പോൾ ഭയം തോന്നുന്നുണ്ടോ? അനന്യ ചെറിയൊരു തമാശയോടെ ചോദിച്ചു. അനിർബാൻ ചെറുതായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, അനന്യ, എനിക്കിപ്പോഴും ഇത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു CID ഓഫീസർ എന്റെ കൂടെ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരു സാധാരണ ക്ലർക്കാണെന്ന് നടിച്ച് ജീവിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു അപകർഷതാബോധം തോന്നുന്നു. എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതും അഴിമതിക്കാരനായ പഴയ OC കുടുങ്ങിയതും എല്ലാം നിന്റെ ഒഫീഷ്യൽ പവർ ഉപയോഗിച്ച് ചെയ്തതാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരു പോലീസുകാരൻ എന്ന നിലയിൽ എന്റെ ആത്മാഭിമാനത്തിന് ചെറിയൊരു മുറിവേൽക്കുന്നുണ്ട്. അനന്യ അനിർബാന്റെ കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് അവനെ ആഴത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, അനിർബാൻ, എന്റെ ഐഡന്റിറ്റി ഞാൻ രഹസ്യമാക്കി വെച്ചത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി മാത്രമാണ്. എന്നാൽ ഒരു കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കണം. നിനക്ക് ലഭിച്ച SI സ്ഥാനക്കയറ്റമോ OCയുടെ പതനമോ എന്റെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് നിർബന്ധിച്ചുണ്ടാക്കിയതല്ല. ആ OC ചെയ്തുകൂട്ടിയ അഴിമതികളുടെ തെളിവുകൾ ശേഖരിക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ആ സ്റ്റേഷനിൽ ഒരൊറ്റ ഓഫീസർ മാത്രമാണ് കൈക്കൂലി വാങ്ങാതെ മാഫിയകൾക്ക് വഴങ്ങാതെ സ്വന്തം ആദർശത്തിൽ ഉറച്ചുനിന്നത്. അത് നീ മാത്രമായിരുന്നു. നിന്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ മേലുദ്യോഗസ്ഥർ നിനക്ക് അർഹിച്ച നീതി തന്നു എന്ന് മാത്രം. എന്റെ പദവിയല്ല, നിന്റെ തെറ്റില്ലാത്ത വഴികളാണ് നിന്നെ OCയുടെ കസേരയിലിരുത്തിയത്. അതിൽ നിനക്ക് അഭിമാനിക്കാം. അനന്യയുടെ ആ വാക്കുകൾ അനിർബാന്റെ ഉള്ളിലെ സംശയങ്ങളെയും പതർച്ചയും പൂർണ്ണമായി കഴുകിക്കളഞ്ഞു. താൻ സ്നേഹിച്ച പെൺകുട്ടി വെറുമൊരു ഭാര്യ മാത്രമല്ല, നാടിന്റെ നീതിക്ക് വേണ്ടി പോരാടുന്ന ധീരയായ ഒരു ഓഫീസർ കൂടിയാണെന്ന ചിന്ത അവനിൽ വലിയ ഉന്മേഷം നിറച്ചു. അടുത്ത ദിവസം മുതൽ അനിർബാൻ തികച്ചും ഒരു പുതിയ ഓഫീസറായി മാറുകയായിരുന്നു. OCയുടെ പ്രധാന കസേരയിലിരിക്കുമ്പോൾ അവന് മുൻപത്തെ പോലെ മേലുദ്യോഗസ്ഥരുടെ അനാവശ്യ ഭീഷണികളെയോ രാഷ്ട്രീയക്കാരുടെ ഫോൺ കോളുകളെയോ ഭയപ്പെടേണ്ടതില്ലായിരുന്നു. കാരണം അവന്റെ പിന്നിൽ സത്യത്തിന്റെയും അതിനെല്ലാം ഉപരി ശക്തമായ നിയമ സംവിധാനത്തിന്റെയും തണലുണ്ടായിരുന്നു. സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് വന്ന് പരാതി നൽകാനുള്ള വാതിലുകൾ അവൻ തുറന്നിട്ടു. FIR ഇടാൻ മടിച്ചിരുന്ന പഴയ സമ്പ്രദായം മാറ്റി പാവപ്പെട്ടവർക്ക് അടിയന്തര നീതി ലഭ്യമാക്കാൻ അവൻ സ്വന്തം കീഴുദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. എന്നാൽ അപ്പോഴും ആ ജില്ലയെ ഭയപ്പെടുത്തിയിരുന്ന വലിയൊരു കറുത്ത ശക്തി നിലനിന്നിരുന്നു. റെഡ് സാഫയർ എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് മാഫിയയുടെ ശൃംഖല. നഗരത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വിനാശകാരിയായ മയക്കുമരുന്നുകളാണ് ദിവസേന വിറ്റഴിക്കപ്പെട്ടിരുന്നത്. പഴയ OCയും ചില പ്രമുഖ രാഷ്ട്രീയക്കാരും നൽകിയ തണലിലായിരുന്നു ഈ മാഫിയ തലവൻ വിക്രം ധാർ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഒരു ദിവസം വൈകുന്നേരം അനിർബാന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരാതിർത്തിയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഫാക്ടറിയിൽ അവൻ പെട്രോളിംഗ് നടത്തി. അവിടെ വെച്ച് മാഫിയ സംഘം നടത്തിയ ഒരു വലിയ മയക്കുമരുന്ന് കൈമാറ്റം അനിർബാനും സംഘവും വൻ സാഹസികതയോടെ തടഞ്ഞു. വിക്രം ധാറിന്റെ വലം കൈയായ അരുൺ എന്ന ക്രിമിനലിനെയും കോടികളുടെ സാമഗ്രികളെയും അനിർബാൻ കസ്റ്റഡിയിലെടുത്തു. ഇത് ജില്ലയിലെ മാഫിയ ലോകത്തെ ആകെ ഉലച്ചു. അന്നേ ദിവസം രാത്രി അനിർബാന്റെ ഔദ്യോഗിക ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും കോൾ വന്നു. മറുതലയ്ക്കൽ ക്രൂരമായ ചിരിയോടെ വിക്രം ധാർ പറഞ്ഞു, അനിർബാൻ, പുതിയ OCയുടെ ചൂടൊക്കെ നല്ലതാണ്,
പക്ഷെ കളിക്കുന്നത് ആരുടെ കൂടെയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ആ പിടിച്ചെടുത്ത സാധനങ്ങളും എന്റെ ആളുകളും രാത്രിക്ക് രാത്രി വിട്ടില്ലെങ്കിൽ നിന്റെ സർവീസ് മാത്രമല്ല, നിന്റെ കുടുംബവും ജീവനോടെ കാണില്ല. ഈ ജില്ല ഭരിക്കുന്നത് നിയമമല്ല, എന്റെ പണമാണ്. ഭീഷണി കേട്ട അനിർബാൻ അല്പം പോലും കുലുങ്ങാതെ മറുപടി പറഞ്ഞു. നിന്റെ പണം കണ്ട് ഭയക്കുന്ന പഴയ ഓസിയല്ല ഈ കസേരയിലിരിക്കുന്നത് വിക്രംധാർ. നിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഞാൻ പോലീസ് യൂണിഫോം ധരിച്ചിട്ടില്ല. നിന്റെ സാമ്രാജ്യം ഞാൻ ഓരോന്നായി തകിടം മറിക്കും. ഇതൊരു പോലീസുകാരന്റെ ഉറപ്പാണ്. ഫോൺ സംഭാഷണം അവസാനിച്ചതിനു പിന്നാലെ അനിർബാൻ വീട്ടിലെത്തി വിവരം അനന്യയോട് പങ്കുവച്ചു. അനന്യയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം പ്രകടമായി. അവൾ തന്റെ ലാപ്ടോപ്പ് തുറന്ന് സംസ്ഥാന തലത്തിലുള്ള പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ഫയലുകൾ പരിശോധിച്ചു. അനിർബാൻ, വിക്രംധാർ വെറുമൊരു സാധാരണ കുറ്റവാളിയല്ല. അവന് കേന്ദ്ര മന്ത്രാലയം വരെ നീളുന്ന വൻ സ്വാധീനമുണ്ട്. അവൻ പറയുന്നതുപോലെ ലളിതമായി അവനെ തൊടാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ പ്ലാൻ കൃത്യമാണെങ്കിൽ അവനെ എന്നേക്കുമായി ജയിലിലാക്കാമെന്ന് അനന്യ പറഞ്ഞു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അനന്യ? അനിർബാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അനന്യ തന്ത്രപൂർവമായൊരു ചിരിയോടെ മറുപടി പറഞ്ഞു. നാളെ മുതൽ നമ്മൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിനായി 2 വഴികളിലൂടെ നീങ്ങും. നീ ആ സ്റ്റേഷന്റെ ചുമതലയുള്ള ധീരനായ ഓസിയായി പരസ്യമായി അവനെതിരെ കേസ് ശക്തമാക്കുക. അവൻ നിന്നെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണങ്ങൾക്ക് മുതിരും. അതേസമയം CID DIG എന്ന നിലയിൽ അവന്റെ അന്താരാഷ്ട്ര സാമ്പത്തിക സ്രോതസ്സുകളും രഹസ്യ താവളങ്ങളും തകർക്കാൻ ഞാൻ രഹസ്യ ഓപ്പറേഷൻ നയിക്കും. അടുത്ത ദിവസം മുതൽ പോരാട്ടം അതിരൂക്ഷമായി. വിക്രംധാർ തന്റെ ആളുകളെ വിട്ട് അനിർബാന്റെ സ്റ്റേഷന് മുന്നിൽ വൻ പ്രതിഷേധങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പോലീസുകാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ കോടികളുടെ കൈക്കൂലി വാഗ്ദാനം ചെയ്തു. എന്നാൽ ഓസി അനിർബാന്റെ കർശന നിലപാടിനു മുന്നിൽ മാഫിയയുടെ ഓരോ തന്ത്രങ്ങളും തകർന്നു വീണു. നഗരത്തിലെ ജനങ്ങൾ അനിർബാന്റെ കൃത്യനിഷ്ഠയെയും ധീരതയെയും പുകഴ്ത്താൻ തുടങ്ങി. തുടർന്ന് അനന്യയുടെ ആസൂത്രണത്തിൽ ഒരു അടിയന്തര CID റെയ്ഡ് നഗരത്തിലെ വലിയൊരു സ്വകാര്യ ക്ലബ്ബിൽ നടന്നു. അത്ഭുതകരമെന്നു പറയട്ടെ, അതിർത്തി കടന്ന വൻ ആയുധക്കടത്തും മയക്കുമരുന്ന് സാമ്രാജ്യവും നയിച്ചിരുന്ന വിക്രംധാരിനെ അനന്യയും സംഘവും വലഞ്ഞു. തോക്ക് ചൂണ്ടി നിൽക്കുന്ന ക്രിമിനലുകൾക്ക് മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ DIG അനന്യ റോയ് തന്റെ ഔദ്യോഗിക ഗാംഭീര്യത്തോടെ മുന്നോട്ടു വന്നു. നിന്റെ സാമ്രാജ്യം ഇവിടെ അവസാനിക്കുകയാണ് വിക്രംധാർ. നിയമത്തെ വിലയ്ക്കു വാങ്ങാമെന്ന് കരുതിയ നിന്റെ ചിന്തയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണിത്, അനന്യ ഉറക്കെ പ്രഖ്യാപിച്ചു. ഒരു വലിയ പോരാട്ടത്തിനൊടുവിൽ വിക്രംധാറിനെ CID കസ്റ്റഡിയിലെടുത്തു. ജില്ലയിലെ ഏറ്റവും വലിയ അഴിമതി മാഫിയ ശൃംഖലയെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് DIGയും പുതിയ ഓസിയും ചേർന്ന് ഇല്ലാതാക്കിയത്. വാർത്ത മാധ്യമങ്ങളിൽ കൊടുങ്കാറ്റായി പടർന്നു. ഒരു വശത്ത് ധീരനായ പോലീസുകാരൻ അനിർബാന്റെ ചിത്രങ്ങളും മറുവശത്ത് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ CID DIG അനന്യയുടെ വിവരങ്ങളും പത്രങ്ങളിൽ നിറഞ്ഞുനിന്നു. പോലീസിലെ കറുത്ത ആടുകളെ ഇല്ലാതാക്കി സത്യസന്ധത വീണ്ടെടുത്ത ആ ദമ്പതികൾ സംസ്ഥാനത്തിന്റെ തന്നെ വലിയ അഭിമാനമായി മാറി. രാത്രിയിൽ വീട്ടിലിരിക്കുമ്പോൾ അനിർബാൻ അനന്യയെ നോക്കി ചോദിച്ചു, അനന്യ, നമ്മൾ ഇതിലും വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമോ? അനന്യ അവന്റെ കൈ പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അധർമ്മങ്ങൾ ഉള്ളിടത്തോളം കാലം നീതിയുടെ ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും അനിർബാൻ. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നിടത്തോളം കാലം ഏതിരുട്ടിനെയും തുളച്ചു കയറാൻ നമ്മുടെ സത്യസന്ധതയ്ക്ക് കഴിയും. അനിർബാൻ അഭിമാനത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഔദ്യോഗിക വഴികാട്ടിയെയും ചേർത്തു പിടിച്ചു. അവരുടെ ജീവിതത്തിലെ പുതിയൊരു പ്രകാശപൂരിതമായ അധ്യായത്തിന് അവിടെ തുടക്കമാവുകയായിരുന്നു. വിക്രംധാരന്റെ മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ പതനത്തോടെ നഗരത്തിൽ സമാധാന അന്തരീക്ഷം തിരിച്ചെത്തി. കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ക്രമാതീതമായി കുറഞ്ഞതും അഴിമതിയില്ലാത്ത പോലീസ് ഭരണം സാധ്യമായതും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പോലീസിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. അനിർബാൻ എന്ന ഓസിയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും DIG അനന്യയുടെ തന്ത്രപരമായ നയിക്കലും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ വലിയ ചർച്ചയായി മാറി. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നാടിനെ രക്ഷിച്ച ഈ ഉദ്യോഗസ്ഥ ദമ്പതികളെ ആദരിക്കാൻ സംസ്ഥാന തലസ്ഥാനത്ത് വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടു. തലസ്ഥാനത്തെ VIP ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും DGPയും ചേർന്ന് അനിർബാന് മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ അവന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് DYSP ആയി അടിയന്തര പ്രമോഷനും നൽകി ഉത്തരവിറക്കി.
ഒരു കാലത്ത് സാധാരണ കോൺസ്റ്റബിളായി തുടങ്ങി വ്യാജ ആരോപണങ്ങളിൽപ്പെട്ട് ജോലി നഷ്ടപ്പെടുമെന്ന് കരുതിയ അനിർബാൻ സ്വന്തം സത്യസന്ധത കൊണ്ട് മാത്രം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒന്നിലധികം ജില്ലകളുടെ ചുമതലയുള്ള ഡിവൈഎസ്പി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. മറുവശത്ത് അനന്യയുടെ അതിരഹസ്യ അണ്ടർകവർ ദൗത്യം വിജയകരമായി പൂർത്തിയായതിനാൽ അവൾക്ക് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് CID സ്പെഷ്യൽ വിഭാഗത്തിന്റെ പൂർണ്ണ ചുമതലയുള്ള അഡീഷണൽ DGP കേഡറിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു. ചടങ്ങിനു ശേഷം ഔദ്യോഗിക വസ്ത്രത്തിൽ പരസ്പരം നോക്കി നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകളിൽ അളവറ്റ സന്തോഷവും ആത്മാഭിമാനവും നിറഞ്ഞുനിന്നു. എന്നാൽ പുതിയ പദവികളും ഉത്തരവാദിത്തങ്ങളും അവർക്ക് മുന്നിൽ പുതിയൊരു വെല്ലുവിളിയുടെ വാതിൽ തുറക്കുകയായിരുന്നു. പഴയതുപോലെ ദിവസവും വീട്ടിൽ ഒന്നിച്ചു കൂടാനോ സംസാരിക്കാനോ കഴിയാത്ത വിധം ഇരുവരുടെയും ജോലിഭാരം വർദ്ധിച്ചു. അനിർബാന് ജില്ലയിലെ 3 സബ് ഡിവിഷനുകളുടെ ക്രമസമാധാന ചുമതല ലഭിച്ചപ്പോൾ അനന്യയ്ക്ക് അന്തർസംസ്ഥാന ബന്ധങ്ങളുള്ള വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തീവ്രവാദ വിരുദ്ധ കേസുകളുമാണ് കൈകാര്യം ചെയ്യേണ്ടിവന്നത്. ഒരു ദിവസം രാത്രി വൈകി വീട്ടിലെത്തിയ അനിർബാൻ കണ്ടത് ഔദ്യോഗിക ഫയലുകളിൽ മുഴുകിയിരിക്കുന്ന അനന്യയെയാണ്. രണ്ടുപേരുടെയും മുഖത്ത് ജോലി നൽകിയ കടുത്ത ക്ഷീണം പ്രകടമായിരുന്നു. "അനന്യ, നമ്മൾ പണ്ടാ ചെറിയ വീടിന്റെ ഉമ്മറത്തിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന ആ നാളുകൾ നീ ഓർക്കുന്നുണ്ടോ?" അനിർബാൻ ഒരുതരം നൊമ്പരത്തോടെ ചോദിച്ചു. "ഇന്ന് നമ്മുടെ തോളിൽ വലിയ നക്ഷത്രങ്ങളും കൈകളിൽ അധികാരവുമുണ്ട്. പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പോലും സമയം കിട്ടാത്ത വിധം അകന്നു പോകുകയാണോ എന്നെനിക്ക് ഭയം തോന്നുന്നു." അനന്യ ഫയലുകൾ മാറ്റിവെച്ച് അനിർബാന്റെ അരികിലേക്ക് വന്നിരുന്നു. അവൾ അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, "അനിർബാൻ, അധികാരത്തിന്റെ പടവുകൾ കയറുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളെക്കാൾ വലുതാണ് അതിനൊപ്പം ലഭിക്കുന്ന ഭാരം. നമ്മൾ തിരഞ്ഞെടുത്തത് ജനങ്ങളെ സേവിക്കാനുള്ള പാതയാണ്. നമ്മുടെ വ്യക്തിപരമായ സന്തോഷങ്ങളെക്കാൾ വലിയ ഉത്തരവാദിത്തം ഈ നാടിനോടും നിയമത്തോടും നമുക്കുണ്ട്. പക്ഷേ എന്റെ ഉള്ളിലെ പഴയ അനന്യ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഈ നക്ഷത്രങ്ങൾ നമ്മുടെ സ്നേഹത്തിന് തടസ്സമല്ല, മറിച്ച് നമ്മുടെ ഒന്നിച്ചുള്ള ശക്തിയാണ്." അവളുടെ ആ വാക്കുകൾ അനിർബാന്റെ മനസ്സിലെ ആശങ്കകളെ അകറ്റി. എന്നാൽ ആ ശാന്തത അധികനാൾ നീണ്ടുനിന്നില്ല. പ്രമോഷന് ശേഷമുള്ള അനിർബാന്റെ ആദ്യത്തെ വലിയ കേസ് അവനെ തേടിയെത്തി. സംസ്ഥാനത്തെ പ്രമുഖ ബാങ്കുകളിൽ നിന്നും 100 കണക്കിന് കോടി രൂപയുടെ ഡെപ്പോസിറ്റുകൾ തട്ടിയെടുത്ത് മുങ്ങിയ വൻ സാമ്പത്തിക മാഫിയയുടെ അന്വേഷണമായിരുന്നു അത്. ഈ തട്ടിപ്പിന്റെ പിന്നിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ചില പ്രമുഖ രാജനീതി നേതാക്കളുടെ നിഴൽ സാന്നിധ്യമുണ്ടായിരുന്നു. അന്വേഷണം മുന്നോട്ടു പോകതെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അനിർബാന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്നു. കേസ് ഒതുക്കി തീർക്കാനും വ്യാജപ്രതികളെ സൃഷ്ടിച്ച് യഥാർത്ഥ സൂത്രധാരന്മാരെ രക്ഷിക്കാനും വൻ സാമ്പത്തിക ഓഫറുകളും ഭീഷണികളും അവന്റെ മുന്നിലേക്കെത്തി. എന്നാൽ ഡിവൈഎസ്പി അനിർബാൻ പഴയതുപോലെ തന്നെ ഒട്ടും വഴങ്ങിയില്ല. ഒരു വശത്ത് രാഷ്ട്രീയക്കാർ അനിർബാന്റെ പ്രമോഷൻ തടയാനും അവനെ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നീക്കങ്ങൾ നടത്തിയപ്പോൾ, മറുവശത്ത് അഡീഷണൽ DGP അനന്യ തന്റെ ഉയർന്ന അധികാരം ഉപയോഗിച്ച് CID തലത്തിൽ നിന്ന് അന്വേഷണത്തിന് കനത്ത സംരക്ഷണം ഒരുക്കി. അനിർബാൻ തയ്യാറാക്കിയ വിട്ടുവീഴ്ചയില്ലാത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു. തട്ടിപ്പു നടത്തിയ പ്രമുഖ രാഷ്ട്രീയ നേതാവ് നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടിവന്നു. നിയമത്തിന്റെ വഴിയിൽ എത്ര വലിയ ശക്തി വന്നാലും സത്യസന്ധത കൊണ്ട് അതിനെ തകർക്കാൻ കഴിയുമെന്ന് അവർ രണ്ടുപേരും വീണ്ടും തെളിയിച്ചു. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തട്ടിയെടുത്ത തുക മുഴുവൻ പാവപ്പെട്ട നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാനുള്ള വഴിയൊരുങ്ങി. കേസ് വിജയിച്ചതിനു ശേഷം ഒടുവിൽ ലഭിച്ച ചെറിയൊരു അവധി ദിനത്തിൽ രണ്ടുപേരും തങ്ങളുടെ പഴയ ചെറിയ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഒന്നിച്ചിരുന്നു. "നീ പറഞ്ഞത് ശരിയാണ് അനന്യ," അനിർബാൻ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. "പദവികൾ എത്ര ഉയർന്നാലും നമ്മൾ നടക്കുന്ന വഴി സത്യത്തിൻ്റേതാണെങ്കിൽ ഒരു ഭയവും നമ്മെ തളർത്തുകയില്ല." അനന്യ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. "പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല അനിർബാൻ, പക്ഷേ നമ്മൾ എപ്പോഴും നീതിയുടെ ഒപ്പം നിൽക്കും." പരസ്പരം നൽകിയ ആത്മവിശ്വാസത്തോടെ പോലീസിലെ പ്രകാശപൂരിതമായ ആ ദമ്പതികൾ തങ്ങളുടെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് പ്രതീക്ഷയോടെ ചുവടുവെച്ചു.